ആമേൻ. പ്രൈസ് ഗാഡ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ, കർത്താവ് നമ്മളെ ശക്തീകരിക്കട്ടെ. എല്ലാ ദൈവമക്കൾക്കും സൂമിലും യൂട്യൂബിലും വളരെ പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ, സ്നേഹത്തോടെ ജോയിൻ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, സ്വദേശത്തും വിദേശത്തുമുള്ള എല്ലാ ദൈവമക്കൾക്ക്, കർത്തൃവേരയിലായിരിക്കുന്ന കർത്തൃദാസീദാസന്മാർക്ക് ഞാൻ എൻ്റെ വന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവമഹത്വം ഇന്ന് നമ്മെ എല്ലാവരെയും ഒരുപോലെ ചുറ്റിക്കൊള്ളുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തീയ ജീവിതം ഒരു പോരാട്ട ജീവിതമാണ് എന്ന് പറയുന്നതിൽ തെറ്റുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതമാണ്. എന്നാൽ അതുപോലെ തന്നെ ക്രിസ്തീയ ജീവിതത്തിനകത്ത് നിഴലിൽ പോലും യുദ്ധം ചെയ്യാൻ വിളിക്കപ്പെട്ടവനാണ് ഒരു ദൈവ പൈതൽ എന്ന് പറയുന്നതിൽ തെറ്റുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നിഴലിന്മേൽ പോലും യുദ്ധം ചെയ്യാൻ വിളിക്കപ്പെട്ടവനാണ് ഒരു ദൈവ പൈതൽ. അർത്ഥം, ഒരു ദൈവ പൈതലിൻ്റെ നിഴലിൽ പോലും വിലയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ദൈവ പൈതലിൻ്റെ നിഴലിന് പോലും വിലയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ദൈവ പൈതലിൻ്റെ വാക്കിന് വിലയുണ്ട്. ഒരു ദൈവ പൈതലിൻ്റെ പ്രസൻസിന് വിലയുണ്ട്. ഒരു ദൈവ പൈതലിൻ്റെ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്. എന്നാൽ നമ്മൾ ആരും ഇതുവരെ വില കൊടുത്തു വാങ്ങാത്തതും വില മതിച്ചിട്ടില്ലാത്തതുമാകുന്ന ഒന്നാകുന്നു നിഴൽ. ഒരു വ്യക്തിയുടെ, ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ നിഴലിന് പോലും വിലയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ആണെങ്കിൽ ആ നിഴലിനോട് പോലും ഇരുട്ടിൻ്റെ ലോകത്തിന് പകയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് അത്രയും ആഴത്തിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയേ മതിയാകുകയുള്ളൂ. ഒരു ദൈവ പൈതലിൻ്റെ നിഴലിനോട് പോലും, ഒരു ദൈവ പൈതലിൻ്റെ പേര് പറഞ്ഞാൽ സാത്താന് ഭയങ്കര അസൂയാണെന്ന് പറഞ്ഞാൽ നമുക്ക് അതിശയമില്ല. എന്നൊരു ദൈവ പൈതലിൻ്റെ, ദൈവം സ്നേഹിക്കുന്ന, കർത്താവ് അനോയിന്റ് ചെയ്തിരിക്കുന്ന, ദൈവം തൻ്റെ ഹൃദയത്തെ പകർന്നു കൊടുക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ നിഴലിനോട് പോലും സാത്താന് ഭയങ്കര ജലസാണ്. അപ്പോൾ ആ നിഴലിനെ പോലും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ നിഴലിന്മേൽ പോലും വ്യാപരിക്കുന്ന ദൈവശക്തിയെ ബ്ലോക്ക് ചെയ്യാൻ എവണ്ണം സാധിക്കുമോ അവണ്ണം തന്നെ കിണഞ്ഞ് പരിശ്രമിക്കുന്ന ഒരു പൈശാചിക ലോകത്തിലാണ് ഞാനും നിങ്ങളും എല്ലാവരും താമസിക്കുന്നത്. എന്നാൽ അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായം അതിൻ്റെ 27-ാമത്തെ അനുഗ്രഹീതമായ തിരുവചനത്തിൽ പൗലോസ്ലീഹ ഫിലിപ്പിയ സഭയോട് പറയുന്ന ഒരു വാക്കെന്താണെന്നറിയാവോ? ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ, ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ, നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാം വണ്ണം മാത്രം നടപ്പിൻ. ആർക്കാണ് പോരാട്ടമുള്ളത് എന്ന് ചോദിച്ചാൽ ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിഞ്ഞവനാണ് പോരാട്ടമുള്ളത്. എല്ലാവർക്കും പോരാട്ടം ഇല്ലെന്ന് ചോദിച്ചാൽ ശരിയായ നിലയിലെ പോരാട്ടം ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുകയും സുവിശേഷം അറിയുകയും ആ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ ട്രാക്കിൽ നടക്കുന്നവനാണ് പോരാട്ടമുള്ളത്. ദൈവത്തിൻ്റെ ട്രാക്കിൽ നടക്കുന്നവൻ ആരാണ്? ദൈവത്തിൻ്റെ ട്രാക്കിൽ നടക്കുന്നവൻ ആരാണോ ദൈവ ശബ്ദം കേൾക്കുന്നത് അവനാണ് ട്രാക്കിൽ നടക്കുന്നത്. ആരാണോ ദൈവത്തിൻ്റെ സിഗ്നൽ റീഡ് ചെയ്യുന്നത് അവനാണ് ആ ബൈപ്പാസിലൂടെ സഞ്ചരിക്കുന്നത്. ആരാണോ ദൈവത്തിൻ്റെ സിഗ്നലിൻ്റെ നിറങ്ങൾ മനസ്സിലാക്കുന്നത്, ആ കളർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അവനാണ് ചിലയിടത്ത് നിൽക്കുകയും ചിലയിടത്തുനിന്ന് പുറപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സുവിശേഷത്തിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ വചനം വായിച്ചു എന്നാൽ പിന്നെ അങ്ങ് നടന്നേക്കാം, അങ്ങനെയല്ല. ദൈവത്തിൻ്റെ വേർഡിനകത്തുകൂടെ ചില സിഗ്നലുകൾ കർത്താവ് നമുക്ക് തരുന്ന സന്ദർഭമുണ്ട്. ദൈവത്തിൻ്റെ ശബ്ദത്തിലൂടെ നമുക്ക് തരുന്ന ചില സിഗ്നലുകളുണ്ട്, നമുക്ക് തരുന്ന ചില ഗൈഡൻസ് ഉണ്ട്. അതനുസരിച്ചാണ് ഒരു ദൈവ പൈതൽ നടക്കുന്നത്. അപ്പോൾ വെറുതെ സുവിശേഷം വായിക്കുന്നവന് പോരാട്ടമില്ല.
വെറുതെ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവന് പോരാട്ടമില്ല. സുവിശേഷങ്ങൾക്കകത്ത് ദൈവം വ്യക്തമായും വ്യക്തിപരമായും ഓപ്പൺ ചെയ്തു കൊടുക്കുന്ന സിഗ്നൽസും കളേഴ്സും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ദൈവഭക്തനോടാണ് ഈ ലോകത്തിനും സാത്താനീയ ലോകത്തിനും ഈ ലോകത്തിലെ മാനുഷികമാകുന്ന സാത്താൻ്റെ ഏജൻസിനും അദൃശ്യമണ്ഡലത്തിലെ സാത്താൻ്റെ ഏജൻസിനും പോരാട്ടമുള്ളത്, അല്ലെങ്കിൽ എതിർപ്പുള്ളത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന ഈ പാസ്റ്റർ എന്താ കളർ, സിഗ്നൽ, സൈൻ എന്നൊക്കെ പറയുന്നത്. നമ്മൾ വണ്ടി ഓടിക്കുന്നവരാണ്, നമ്മളിൽ പലരും വണ്ടി ഓടിക്കുന്നവരാണ്. വണ്ടി ഓടിക്കുന്നില്ലെങ്കിൽ KSRTC ബസ്സിലെങ്കിൽ യാത്ര ചെയ്യുന്നവരാണ്. അപ്പോൾ KSRTC ബസ്സിലെ ഡ്രൈവർ ഒരു ട്രാഫിക് സിഗ്നലിൽ റെഡ് കണ്ടാൽ ആൾ വണ്ടി എടുത്തുകൊണ്ട് പോവുകയില്ല, അദ്ദേഹം അവിടെ നിൽക്കും. കാര്യം എന്നാ? ചുവപ്പ് എന്ന നിറം വാഹനം നിർത്താനുള്ള ഒരു സൈനാണ്. എന്നാൽ യെല്ലോ ലൈറ്റ് കാണുമ്പോൾ KSRTC ഡ്രൈവർ അല്ല ആരാണേലും നിർത്താൻ സാധ്യത കുറവാണ്. എന്നാൽ നന്നായിട്ട് ട്രാഫിക് സിഗ്നൽ അനുസരിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ എന്തോ ചെയ്യും? പാഞ്ഞു വരുന്ന വണ്ടി ഗ്രീനിൽ നിന്ന് യെല്ലോയിലേക്ക് വരുമ്പോൾ മെല്ലെ ചവിട്ടി വണ്ടിയുടെ വേഗത കുറയ്ക്കും. കാര്യം എന്നാ? യെല്ലോ കളർ എന്ന് പറയുന്ന ഇത് അതൊരു ഒരു വാണിംഗ് ആണ്. എന്താണ്? റെഡ് വണ്ടി നിർത്താനുള്ള സിഗ്നൽ വരാൻ പോകുന്നു. അതുകൊണ്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ വേഗത കുറച്ച് നിങ്ങൾ ആ ലൈൻ ക്രോസ് ചെയ്യാതെ ലൈനിൽ വന്ന് നിൽക്കുക, വേഗത കുറയ്ക്കുക. മറ്റു വശത്തു നിന്ന് വാഹനങ്ങൾ പുറപ്പെടാൻ പോകുന്നു, നിങ്ങളുടെ വാഹനം മുന്നിലേക്ക് എടുക്കാതിരിക്കേണ്ടതിന് റെഡ് സിഗ്നൽ വരാൻ പോകുന്നു എന്നുള്ള പല അറിയിപ്പുകളാണ് യെല്ലോ സിഗ്നലിൽ കിടക്കുന്നത്. എന്നാൽ ചില ആൾക്കാരെങ്കിലും യെല്ലോ കാണുമ്പോൾ റെഡ് വരുന്നതിന് മുന്നേ പെട്ടെന്ന് എസ്കേപ്പ് ആകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളിൽ പലരും അങ്ങനെ ചെയ്തിട്ടുമുണ്ട് എന്നും കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഇപ്പോൾ ആരൊക്കെ ചിരിച്ചു, ഞാനും അങ്ങനെ ആണല്ലോ എന്നല്ലേ? താങ്ക് യു, ആമേൻ. അപ്പോൾ എന്തുകൊണ്ടാണ് യെല്ലോ കണ്ടപ്പോൾ നിർത്താത്തതും യെല്ലോ കണ്ടപ്പോൾ വേഗത കുറച്ചതും? ആ ഒരു നിറം ആ ഒരു അടയാളത്തെ സൂചിപ്പിക്കുന്നത് കൊണ്ടാണ്. അത് നമുക്ക് മനസ്സിലായതുകൊണ്ട് നമുക്കറിയാമെന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ ആരും ഗ്രീൻ സിഗ്നൽ കാണിച്ചേക്കുമ്പോൾ ഒരിടത്തും നമ്മൾ സ്റ്റോപ്പ് ചെയ്യാറില്ല, പെട്ടെന്ന് വാഹനം എടുത്ത് മുമ്പോട്ട് പോകാറുള്ളതാണ് പതിവ്. ആരും വേഗത കുറച്ച ചരിത്രമില്ല. ഗ്രീൻ സിഗ്നൽ കാണുമ്പോൾ ആരും വേഗത കുറയ്ക്കാനുള്ളൊരു സിഗ്നലാണ് ഗ്രീൻ എന്ന് പറഞ്ഞു കേട്ട ചരിത്രമില്ല. അത് പോകാനുള്ള ഒരു സൈനാണ്. ഇതുപോലെ ക്രിസ്തീയ ജീവിതത്തിനകത്തും ദൈവം ചില കളർ കോഡുകൾ പറഞ്ഞ്, മീൻസ് ദൈവം ചില അറിയിപ്പുകളിലൂടെ ചില കാര്യങ്ങളെ, ചില ലക്ഷണങ്ങളെ നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു ഡിവൈൻ വിസ്ഡം പരിശുദ്ധാത്മാവ് തന്നോടുകൂടെ ചേർന്നിരിക്കുന്ന ദൈവസഭയ്ക്ക്, ദൈവ മക്കൾക്ക് നൽകാറുണ്ട്. ചില കാര്യങ്ങളൊക്കെ നമുക്ക് പന്തിയല്ലെന്ന് തോന്നിയാൽ നമ്മൾ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്ത് സ്റ്റോപ്പ് ചെയ്തിട്ടില്ലേ? ചിലയിടത്തൊന്നും അത്ര അങ്ങോട്ടൊരു നടത്തിപ്പ് തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ ചില യാത്രകൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടില്ലേ? ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്തോ മനസ്സിനൊരു വല്ലാത്ത അസ്വസ്ഥത തോന്നുന്നു. ഇന്ന് തോന്നിയിട്ട് നമ്മളത് ചെയ്യാതിരുന്നിട്ടില്ലേ? ഇതൊക്കെ ദൈവം നമുക്ക് തരുന്ന ചില മുന്നറിയിപ്പുകളാണ്. ഹല്ലേലൂയ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ സുവിശേഷത്തിനകത്ത് നിൽക്കുന്ന, അല്ല, സുവിശേഷത്തിൻ്റെ ശക്തിയിൽ നിൽക്കുന്ന ഒരു ദൈവ മനുഷ്യന് ദൈവാത്മാവ് ഓപ്പൺ ചെയ്തു കൊടുക്കുന്ന ഹെവൻലി വിസ്ഡത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. അങ്ങനെ നടക്കുന്ന ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയാണ്. ഞാൻ ഒന്നുകൂടെ ആ വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ, അതിലേക്ക് ഞാൻ വരാം, ഏക മനസ്സോടെ സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാം വണ്ണം മാത്രം നടപ്പീൻ. അപ്പോൾ എങ്ങനെ നടക്കണം? ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ നടക്കണം. അപ്പോൾ എന്തോ ഉണ്ടാകും? അപ്പോൾ പോരാട്ടം ഉണ്ടാകും. എങ്ങനെ നടക്കണം? സുവിശേഷത്തിൻ്റെ ശക്തിയിൽ നടക്കണം. അപ്പോൾ എന്തോ ഉണ്ടാവും? ആരോ വിചാരിച്ചു പാസ്റ്റർ ഇപ്പോൾ പറയും അനുഗ്രഹം ഉണ്ടാവും, ബ്ലെസ്സിങ്സ് വെളിപ്പെടും എന്ന് പറയുന്നു. അല്ല, പോരാട്ടം ഉണ്ടാവും. അപ്പൊ പോരാട്ടം ഉണ്ടാകുമെന്ന് ദൈവത്തിന്റെ സുവിശേഷത്തിൽ നടക്കുന്ന ഒരു വ്യക്തിക്ക് പറയാതെ തന്നെ അറിയാം. എങ്ങനെ അതിനെ ഓവർകം ചെയ്യാൻ കഴിയും? അതാണ് അടുത്ത സംസാരം. എങ്ങനെ അതിനെ
ഓവർകം ചെയ്യാൻ കഴിയും. അതിനാണ് പരിശുദ്ധാത്മാവ് അവിടെ പൗലോസിലൂടെ വെളിപ്പെടുത്തിയത്. ഏക ആത്മാവിൽ നിലനിന്ന് ആരെയാ സുവിശേഷത്തിൽ ദൈവം ഉറപ്പിച്ചു നിർത്തുന്നേ? ഏകാത്മാവിൽ ജീവിക്കുന്നവനെയാ. ആരെയാ ദൈവം സുവിശേഷത്തിന്റെ ശക്തി തുറന്നു കാണിച്ചു കൊടുക്കുന്നത്? അത് ഏകാത്മാവിൽ നിൽക്കുന്നവനെയാ. ആരോടാ ദൈവാത്മാവ് അടയാളങ്ങളിലൂടെയും കളർ കോഡുകളിലൂടെയും ഇൻഫർമേഷൻസിലൂടെയും ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത്? അത് വാക്യങ്ങളിലൂടെ ആയിരിക്കാം, ദർശനങ്ങളിലൂടെ ആയിരിക്കാം, സ്വപ്നങ്ങളിലൂടെ ആയിരിക്കാം, വെളിപ്പാടിലൂടെ ആയിരിക്കാം, ആത്മഭാഷകളിലൂടെ ആയിരിക്കാം. ആരോടാ ദൈവം സംസാരിക്കുന്നത്? ഏകാത്മാവിനാൽ നിറഞ്ഞ സുവിശേഷത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനോട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് ഈ സമയം ചില വ്യക്തികളോട് ഞാൻ ആത്മാവിൽ ചോദിക്കുകയാണ്, അങ്ങനത്തെ ഒരാത്മാവിനെ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ, അങ്ങനെ നിലനിർത്തുന്ന ഒരു ഏകാത്മാവിൽ നിലനിന്ന് എന്ന് പറയുമ്പോൾ ആ ആത്മാവ്, ആ ഏക ആത്മാവിന് എത്ര കുലുങ്ങുന്നവനെയും നിലനിർത്താൻ കഴിയുമെന്നൊരു മർമ്മം അതിനകത്ത് കിടപ്പുണ്ട്. ഒന്നുകൂടെ വായിക്കാം. ഏകാത്മാവിനാൽ നിലനിന്ന എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ. അപ്പൊ പൗലോസ് ഇവിടെ പറയുന്നു, നിങ്ങളെ നിർത്താൻ പല ആത്മാക്കൾ വേണ്ട, നിങ്ങളെ നിർത്താൻ പല ജനം വേണ്ട, നിങ്ങളെ നിർത്താൻ പല മതം വേണ്ട, നിങ്ങളെ നിർത്താൻ ഏക ആത്മാവ് മതി എന്ന ദൈവത്തിന്റെ അഭിഷിക്തൻ പറയുമ്പോൾ, തന്നെയും പല എതിരാളികളാൽ കുലുക്കിയിടാനും കുടുക്കിക്കളയാനും പിശാചൊത്തിരി പദ്ധതികൾ ഇട്ടിട്ടും തന്നെ പിടിച്ചു നിർത്തിയ ഒരു ഏകാത്മാവിനെ കുറിച്ച് പൗലോസിന് ഭയങ്കര ബോധ്യമാണ്. എന്തിനാ പൗലോസിലേക്ക് പോകുന്നേ? നമുക്ക് നമ്മുടെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം. നമ്മളും ഈ ഏകാത്മാവിനെ തിരിച്ചറിഞ്ഞ്, ഈ ഏകാത്മാവിൽ നിന്ന് വരുന്ന ശക്തിയെ നമ്മൾ ആസ്വദിച്ച്, ഏകാത്മാവിൽ പ്രാർത്ഥിച്ച്, ഏകാത്മാവിൽ ആരാധിച്ച്, ഏകാത്മാവിൽ ബലപ്പെട്ടു പോകുന്ന ഒത്തിരി സന്ദർഭങ്ങളിലും എതിരാളികൾ വന്ന് ഒരുമിച്ച് പിടിച്ചു കുലുക്കുകയും ഒരുമിച്ച് കെണിവെക്കുകയും ഒരുമിച്ച് തള്ളിയിടുകയും ഒരുമിച്ച് കുറ്റം പറയുകയും ചെയ്ത സന്ദർഭങ്ങളിൽ പോലും വീണു പോകാതെ പിടിച്ചു നിർത്തി എന്നുണ്ടെങ്കിൽ ഒരു മാനുഷിക കരവും എന്നെ പോലെ നിങ്ങളും കണ്ടു കാണാൻ സാധ്യതയില്ല. ഒരു ബന്ധങ്ങളും ആ സമയം നിങ്ങളെ പിടിച്ചു നിർത്താൻ വന്ന അനുഭവം നിങ്ങൾക്ക് കാണുകയല്ല. ഒരു മനുഷ്യ സഹായങ്ങളും നമുക്ക് ഉണ്ടായ ഒരു സന്ദർഭം നമുക്ക് ഓർക്കാൻ പോലും കാണുകയല്ല. എങ്കിലും ചില അത്ഭുതങ്ങളുടെ വാതിലുകളും അടയാളങ്ങളുടെ വാതിലുകളും അറിയപ്പെടാത്ത വ്യക്തികളിലേക്കുള്ള ചാനലുകളും ദൈവത്തിന്റെ ആത്മാവ് തുറന്നു തന്നിട്ടുണ്ട് എങ്കിൽ അത് പല ആത്മാവിൽ നിന്നല്ല, അത് ഏക ആത്മാവിൽ നിന്നാണ്. യേശു കർത്താവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചത് പല ആത്മാക്കളല്ല, സ്വർഗത്തിൽ നിന്നുള്ള എല്ലാ ദൂതന്മാരുടെ ആത്മാക്കളല്ല, ദൈവം വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവ് എന്ന ഏക ആത്മാവിനാലാണ്. ദൈവത്തിന്റെ അപ്പോസ്തലന്മാരെ, ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ, ദൈവത്തിന്റെ വേലയിൽ ഇറങ്ങിയ ദൈവമക്കളെ പല സന്ദർഭങ്ങളിൽ പോലും പിടിച്ചു നിർത്തിയത് ആ സൊസൈറ്റി ഭരിക്കുന്ന പഞ്ചായത്തല്ല, പഞ്ചായത്ത് അംഗമല്ല, ആ സൊസൈറ്റിയിലുള്ള ഒരു മെമ്പർ അല്ല, അവിടെ പിടിച്ചു നിർത്തിയ ഒരു ഏക ആത്മാവുണ്ട്. എവിടെയും ദൈവത്തിന്റെ അഭിഷിക്തന്മാർക്ക് മനുഷ്യകരങ്ങൾ സഹായിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ, എവിടെയും ദൈവത്തിന്റെ അഭിഷിക്തന്മാർക്ക് മനുഷ്യകരം സഹായിക്കാൻ വന്നിട്ടുണ്ട് അത് ദൈവത്തിന്റെ ആത്മാവിനാൽ ഒരുക്കിയതല്ലാതെ സ്വന്തം ഹൃദയത്തിൽ നിന്ന് തോന്നി ആരും ചെയ്തതായിട്ട് കാണത്തില്ല. ഹല്ലേലൂയ. പഴയ നിയമം എടുത്താലും എലീശ, ഏലിയ പ്രവാചകന്മാർക്കെല്ലാം സഹായങ്ങൾ പ്രൊവൈഡ് ചെയ്തത് ദൈവത്തിന്റെ ആത്മാവ് ഉള്ളത്തിൽ പ്രേരിപ്പിച്ചവരിൽ നിന്നാണ്. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളത്തിൽ പ്രേരിപ്പിച്ചവരിൽ നിന്നാണ്. അതേ ആത്മാവ് തന്നെയാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും പൗലോസ്ലീഹായിലൂടെ നമ്മളോട് പറയുന്നത്, ഏക ആത്മാവിൽ നിലനിന്ന്. ഞാൻ ആരോടൊക്കെയോ പ്രവചിച്ചു തുടങ്ങുകയാണ്. നിങ്ങൾ നിൽക്കുന്നുണ്ട്, പക്ഷെ നാളെ വീഴുമോ എന്നൊരു ഭയം നിനക്കുണ്ടെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ നാളെ പ്രാർത്ഥിക്കാൻ ഇനി അവസരം കിട്ടുമോ എന്നൊരു ഭയം ഉണ്ടെങ്കിൽ, നിങ്ങൾ സഭയിൽ പോകുന്നുണ്ട്, പക്ഷെ നാളെ മുതൽ പോകാൻ പറ്റുമോ എന്നൊരു ഭയം നിങ്ങളെ ഭരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ നാളെ ഈ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടാകുമോ എന്നൊരു ഭയം നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ, ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, നീ ഏക ആത്മാവിൽ നീ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എതിരാളികൾ നിനക്കുണ്ടാകും, നിന്നെ പിടിച്ചു കുലുക്കാൻ ആൾക്കാരുണ്ടാകും. തിരുവെഴുത്ത് തന്നെ പറയുന്നു, ഒന്നിലും കുലുങ്ങിപ്പോകാതെ. ഒന്നിലും. എന്തിലാണ് ഒരു ദൈവഭക്തനെ ഏതെല്ലാം രീതിയിൽ കുലുക്കാൻ പറ്റും? നമുക്ക് തിരുവെഴുത്തിനകത്ത് നിന്ന് തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ, അബ്രഹാം എന്ന് പറയുന്ന വിശ്വാസത്തിന്റെ മനുഷ്യനെ, വിശ്വാസത്തിന്റെ പിതാവിനെ,
ബഹുജാതികളുടെ പിതാവിനെ തൻ്റെ വിശ്വാസ സംബന്ധമായി പിടിച്ചു കുലുക്കുന്ന അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അവിടെ ഇങ്ങോട്ട് വന്ന മോശ എന്ന് പറയുന്ന പ്രവാചകനിലേക്ക് വന്നു കഴിഞ്ഞാൽ തൻ്റെ ജീവിതത്തിൽ തൻ്റെ വിശ്വാസത്തെയും താൻ വിശ്വസിക്കുന്ന ദൈവത്തെയും കുറിച്ച് പോലും ചോദ്യം ചെയ്യുകയും തൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലക പോലും കുത്തിയിളക്കുന്ന തരത്തിലുള്ള മാനുഷിക വാക്കുകളാൽ താൻ ഒത്തിരി കുലുങ്ങിപ്പോയ സന്ദർഭങ്ങൾ തിരുവെഴുത്തിനകത്ത് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന നെഹമ്യാവ് എന്ന് പറയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവ അഭിഷേക്തനിലേക്ക് വന്ന പുരോഹിതനിലേക്ക് വന്ന ഒരു ദൈവ മനുഷ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ, നെഹമ്യാവ് എന്ന് പറയുന്ന മനുഷ്യൻ ദൈവത്തിന്റെ ആലയത്തിന്റെ വേലയ്ക്ക് വേണ്ടി ചുവട് വെക്കാൻ ദൈവാലോചന പ്രാപിച്ചു ചുവട് വെച്ചപ്പോൾ സൻബല്ലത്ത്, തോബിയാവ്, ഗേശേമ്യർ തുടങ്ങിയ അനേക എതിരാളികളിൽ നിന്ന്, അസൂയാലിക്കളിൽ നിന്ന്, അങ്ങനെ തന്നെ വചനം പറയുന്ന അസൂയാലിക്കളിൽ നിന്ന്, കണ്ണുകടി മൂത്തവരിൽ നിന്ന്, ആമേൻ ആമേൻ, പല തരത്തിലുള്ള പ്രതിരോധങ്ങൾ ആലയപ്പണിക്ക് വിരോധമായി, ഏറ്റെടുത്ത ദൗത്യം ചെയ്യുന്നതിന് വിരോധമായി, തടസ്സമായി, സ്വപ്നത്തിന് വിരോധമായി, ദൈവശബ്ദത്തിന് വിരോധമായി പല നിലകളിൽ മനുഷ്യരൂപത്തിൽ വന്ന് സമയം മെനക്കെടുത്തി കുലുക്കിക്കളയാൻ ശ്രമിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഏലിയാവിലേക്ക് വന്നാൽ, ജെസബേൽ എന്ന് പറയുന്ന ഒരു രാജ്ഞിയിൽ നിന്ന്, രാജ്യത്തെ ഭരിക്കുന്ന ഒരു രാജ്ഞിയിൽ നിന്ന് തനിക്ക് മരണഭീഷണി വന്നിട്ട് ഇനി മേലാൽ ഇനി ഒരു ശുശ്രൂഷ എനിക്ക് വേണ്ടാന്ന് പോലും തീരുമാനമെടുക്കത്തക്ക നിലയിൽ മരണം കാത്തു കിടക്കുന്ന ഒരവസ്ഥയിൽ, മരണം കാത്തു കിടക്കുന്ന കരുവേലകത്തിന്റെ കീഴിൽ മരണം കാത്തു കിടക്കുന്ന ഒരനുഭവത്തിൽ ആമേൻ കർത്താവിൻ്റെ അഭിഷിക്തനാകുന്ന ഏലിയാവ് പോയി വീണിട്ടുണ്ട്. ഇനി ഞാൻ അങ്ങോട്ട് പറയണോ? അങ്ങോട്ട് ഓരോ മനുഷ്യരെടുക്കുമ്പോൾ പിടിച്ചു കുലുക്കുന്ന അനേക അനുഭവങ്ങൾ, പിടിച്ചു കുലുക്കുന്ന അനേക സന്ദർഭങ്ങൾ, പിടിച്ചു കുലുക്കുന്ന അനേക സമയങ്ങൾ പ്രിയപ്പെട്ട ഭക്തന്മാരുടെ ജീവിതത്തിന് മുന്നുകൂടെ കടന്നു പോകുമ്പോൾ കണ്ണ് കാണത്തക്ക മരണം പോലും, കണ്ണ് കണ്ടുകൊണ്ടിരിക്കുക മരണം അടുത്ത് വരുന്ന സന്ദർഭത്തിൽ പോലും ദൈവത്തിൻ്റെ അത്ഭുത കരം അതിനെ തടഞ്ഞ ചരിത്രം പോലും തിരുവെഴുത്ത് പറയുമ്പോൾ കേൾക്കണോ? ആ ഒരു വാക്യം കേൾക്കാം. അബ്രഹാമിന്റെ മകൻ ഇസഹാക്കിനെ ദൈവം നൽകിയതാണ്. ദൈവം സ്നേഹിക്കുന്ന മകന്റെ നേരെ മരണം തൻ്റെ കണ്ണിനോട്, പിതാവിൻ്റെ കണ്ണിന് നേരെയും മരണം അനുഭവിക്കാൻ പോകുന്ന പുത്രന്റെ കണ്ണിന് നേരെയും എന്ന് ഞാൻ പറയട്ടെ, പിതാവിൻ്റെ ആ മകന് സംസാരിക്കാൻ കഴിയും. കാരണം അതുകൊണ്ടാണ് ചോദിച്ചത്. യാഗവുമുണ്ട്, വിറകുമുണ്ട്, തീയുമുണ്ട്, യാഗവസ്തു എവിടെ എന്ന് ചോദിക്കണമെങ്കിൽ എല്ലാം സെൻസ് ചെയ്യാൻ കഴിയുന്നൊരു പ്രായം ഇസ്ഹാക്കിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ കണ്ണോട് കണ്ണ്, വാളും കണ്ണും, മരണവും കണ്ണും തമ്മിൽ ആമേൻ തൻ്റെ ശരീരത്തോട് അടുത്തു വന്ന സന്ദർഭങ്ങളിൽ തടഞ്ഞ ഒരു ദൈവകരം ഇസ്ഹാക്ക് കണ്ടു എന്ന് പറയുന്നതിൽ തെറ്റില്ല. അതുപോലെ തന്നെ സ്വന്തം മകനെ ഞാൻ മരണത്തിനിരയാക്കാൻ പോകുന്നില്ല, യാഗവസ്തുവാക്കാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞൊരു പിതാവ് വാളെടുത്ത് തൻ്റെ മകനടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ എൻ്റെ മകനോട് മരണവും അടുത്തു എന്ന് ആ മനുഷ്യൻ്റെ ഉള്ളിൽ ചിന്തിച്ചു എന്ന് പറയുന്നതിലും തെറ്റുണ്ട് എന്ന് തോന്നുന്നില്ല. അപ്പം രണ്ടുപേരും ഒരേ കാര്യം മനസ്സിലാക്കുന്നു. പക്ഷേ ഇത് നീങ്ങിപ്പോകാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ശബ്ദവും കരവും തടുത്തതുപോലെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ആരോടൊക്കെ പ്രവചിച്ചു പറയുന്നു, ഇന്ന് കണ്ണിനടുത്ത് തകർച്ച വന്നു നിൽക്കുന്ന ഒരു അനുഭവത്തിലാണ് നിങ്ങളെങ്കിൽ, ജീവിതത്തോട് ചേർന്ന് മരണം നിൽക്കുന്ന ഒരു സന്ദർഭം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ആമേൻ, ജീവിതത്തോട് ചേർന്ന് ഭയത്തിൻ്റെ ആത്മാവ് നിങ്ങളെ കുലുക്കിക്കളയുന്നൊരവസ്ഥ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, പരാജയം നിങ്ങളെ തകർത്ത് കളയുമെന്നൊരു ഭയം നിങ്ങളെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, മടുപ്പും അസഹിഷ്ണുതയും കോപവും എന്നുവേണ്ട പല തരത്തിലുള്ള പൈശാചിക ചിന്തകൾ നിങ്ങളെ അറ്റാക്ക് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഒരു മനുഷ്യ സഹായവും നിങ്ങൾക്ക് അഭ്യർത്ഥിക്കാനില്ലാത്ത ഒരു സന്ദർഭത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഞാൻ ആത്മാവിൽ പറയുന്നു, അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദൈവമാകൊണ്ട് അവർ കണ്ടതുപോലൊരു അത്ഭുതത്തിൻ്റെ കരം, അവർ കേട്ടതുപോലൊരു അത്ഭുതത്തിൻ്റെ ശബ്ദം, അവർക്ക് വേണ്ടി പ്രവർത്തിച്ചതുപോലൊരു അത്ഭുതത്തിൻ്റെ ഭുജം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഞാൻ തിരുവഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവചിക്കുകയാണ്. ഈ കരുതൽ അനുഭവിച്ച ഒരു മനുഷ്യനാണ് പൗലോസ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഏകാത്മാവിൽ നിലനിന്ന് 10,000 ആത്മാക്കൾ നമുക്ക് തുണയുണ്ട്, കൂട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോലും ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്ന അത്രയും പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ ഏകാത്മാവാകുന്ന പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രൊട്ടക്ഷനും പവറും സ്ട്രെങ്ത്തും ഒന്നും വേറെ ആരും തരത്തില്ല. എതിരാളികളാൽ കുലുങ്ങിപ്പോകാതെ, സാധാരണ നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്, നമുക്ക്
നമുക്ക് നേരെ ഒരു 10 പേര് അണിനിരക്കുന്നുണ്ട്. അവന്മാരെ നമുക്ക് തോൽപ്പിക്കണമെങ്കിൽ നമുക്കൊരു 20 പേരെ സംഘടിപ്പിക്കണം. ഇങ്ങനെയല്ലേ പറയുന്നേ? എന്നാൽ നിങ്ങൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച പൗലോസ് പറയുന്ന ആത്മാവിൻ്റെ ലാംഗ്വേജ് നമ്മൾ മനസ്സിലാക്കണം. ഏകാത്മാവെന്ന് പറയുന്നത് ഏകവചനമാണ്. എതിരാളികളാൽ എന്ന് പറയുമ്പോൾ അത് ബഹുവചനമാണ്. ഏകാത്മാവെന്ന് പറയുമ്പോൾ അത് ഏകവചനമാണ്. എന്നാൽ എതിരാളി എന്ന് പറഞ്ഞാൽ അത് ഏകവചനമാണ്. പക്ഷെ ഇവിടെ എതിരാളികളാൽ എന്ന് പറയുമ്പോൾ അത് ബഹുവചനമാണ്. 2-ലധികം ആൾക്കാരെ കുറിക്കുന്നതാണ്. ഒരു ദൈവഭക്തനെ സംബന്ധിച്ച് 2 പേരല്ല എതിരാളി, 20 പേരല്ല എതിരാളി. ഒരു ദൈവ മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യരും അല്ല എതിരാളി. മനുഷ്യർ മാത്രമല്ല എതിരാളി, സാത്താനാണ് എതിരാളി. സാത്താൻ എതിരാളിയാണെന്നുണ്ടെങ്കിൽ ഏക സാത്താൻ എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. അവൻ്റെ ആജ്ഞാനുവർത്തികളായ കോടാനുകോടിക്കണക്കിന് ഭൂതങ്ങൾ അല്ലെങ്കിൽ ദുഷ്ടാത്മാക്കൾ അവൻ്റെ അജ്ഞാനുവർത്തികളായി നിൽക്കുമ്പോൾ ഇവിടെ പൗലോസ് പറയുന്ന വാചകം വളരെ ശ്രദ്ധേയമാണ്. ഏകാത്മാവും എതിരാളികളും. നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു വ്യക്തിക്ക് മാനസികമായിട്ടാണ് അസ്വസ്ഥതയെങ്കിൽ, മീൻസ് മാനസികമായിട്ടാണ് പോരാട്ടമെങ്കിൽ, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് ശാരീരികമായിട്ടായിരിക്കും പോരാട്ടം. മറ്റൊരു നിങ്ങളുടെ സുഹൃത്തിന് ബൗദ്ധികമായിട്ടായിരിക്കും, ബുദ്ധിമണ്ഡലത്തിന്മേലായിരിക്കും പോരാട്ടം. ഒരു കാര്യം അങ്ങോട്ട് കിട്ടുന്നില്ല, ബുദ്ധിക്ക് നേരെ ആയിരിക്കും പോരാട്ടം. മറ്റൊരു സുഹൃത്തിന് ആത്മീയമായിട്ടായിരിക്കും പോരാട്ടം. കാരണം ആത്മീയ അന്ധതയ്ക്കകത്ത് ആ വ്യക്തി കിടക്കുന്നു. പ്രാർത്ഥിച്ചു പോലും ജയിക്കാൻ പറ്റാത്ത പോലത്തെ അവസ്ഥ. അങ്ങനത്തെ ആൾക്കാർ ഇതിനകത്തുണ്ട് കേട്ടോ. പ്രാർത്ഥിക്കാൻ അറിയാം, പ്രാർത്ഥിക്കാൻ മനസ്സുണ്ട്, പക്ഷെ പ്രാർത്ഥിച്ച് ജയിക്കാൻ പറ്റുന്നില്ല. ഇത് 2 കേസാട്ടോ. പ്രാർത്ഥിക്കാൻ ഞാൻ പ്രാർത്ഥിക്കും, എന്ത് വിഷയം വന്നാലും ഞാൻ പ്രാർത്ഥിക്കും, അതിന് മനസ്സുണ്ട്, പക്ഷേ പ്രാർത്ഥിക്കുന്നുമുണ്ട്, പക്ഷേ പ്രാർത്ഥിച്ച് ജയിക്കാൻ പറ്റാത്ത പോലെ. അതായത് ഞാൻ ഓടാൻ ശ്രമിക്കുകയാണ്, ഒരുത്തൻ എൻ്റെ കോളറിൽ പിടിച്ച് എന്തോ ചെയ്യും, ഞാൻ കൈയും കാലും ഇട്ട് അടിക്കും, പക്ഷേ ഈ ഒരു സാധനം എൻ്റെ നിന്ന് വിടാതെ എനിക്ക് മുന്നോട്ട് പോകാനൊക്കത്തില്ല. പക്ഷെ ഞാൻ എന്താ പറയുന്നത്? ഞാൻ ഓടുന്നുണ്ട്, ഞാൻ വിയർക്കുന്നുണ്ട്, ഞാൻ ശക്തിയായിട്ട് ഓടാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒരൊറ്റ പിടി, ആരോ പുറകി പിടിക്കുന്ന പോലെ ഒരു സാധനം. അപ്പോൾ ഓട്ടത്തിൻ്റെ ആക്ഷനെ നടക്കുന്നുള്ളൂ, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഇതാണ് പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥിച്ചിട്ട് വിടുതലില്ല എന്ന് പറയുന്ന അവസ്ഥ. ഓ ഫറാമ സറ്റൽ മൈറ്റി അറൈസ് ഓഫ് ഗോഡ് മൈ ഖതനാമ ഗോസിയാൻ തലബ. എന്നാൽ ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയാം. പരിശുദ്ധാത്മാവ് ഇറങ്ങിയാൽ, കർത്താവ് യേശുവിൻ്റെ കാര്യം എടുക്കാം. കർത്താവ് യേശു ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി കണ്ടു, ക്രൂശിൽ നിന്ന് ഇറക്കിയവരായി ചിലർ കണ്ടു, യോസേഫ് മേടിച്ചോണ്ട് പോയതായിട്ട് ചിലർ കണ്ടു, കല്ലറയ്ക്കകത്ത് വെച്ചതും കണ്ടു. എന്നാൽ ഉയർപ്പിച്ചത് ആരും കണ്ടില്ല. ഉയർത്തതിന് ശേഷമേ കണ്ടുള്ളൂ. ശ്രദ്ധിച്ചേക്കണം, ഉയർപ്പിച്ചത് ആരും കണ്ടില്ല, ഉയർത്തെഴുന്നേറ്റതിന് ശേഷമേ കണ്ടുള്ളൂ. എന്നാൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയ സന്ദർഭത്തിൽ, പരിശുദ്ധാത്മാവിനാലാണ് ചില കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ സൈനുകൾ വെളിപ്പെട്ടിരിക്കും, അടയാളങ്ങൾ വെളിപ്പെട്ട്. ഞാൻ വീണ്ടും തുടങ്ങിയെടുത്ത് വരിക കേട്ടോ, ആ അടയാളത്തിലേക്ക് വരിക. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് കൊണ്ട് കണക്ട് ചെയ്യുന്നത്. അടയാളത്തിലേക്ക് വരിക, സൈനുകൾ കണ്ടിരിക്കും. പരിശുദ്ധാത്മാവാണ് മോനെ നിന്റെ ലൈഫ് കൺട്രോൾ ചെയ്യുന്നത്. പരിശുദ്ധാത്മാവാണെങ്കിൽ നിന്റെ മിനിസ്ട്രി കൺട്രോൾ ചെയ്യുന്നത് ഹോളി സ്പിരിറ്റ് ആണെങ്കിൽ, നിന്റെ പ്രയർ കൺട്രോൾ ചെയ്യുന്നത് ഹോളി സ്പിരിറ്റ് ആണെങ്കിൽ, നിന്റെ പ്രയറിന് ഹോളി സ്പിരിറ്റ് അപ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിന്റെ പ്രയറിനകത്ത് ഹോളി സ്പിരിറ്റ് ഇറങ്ങുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മിനിസ്ട്രിക്കകത്ത് ഹോളി സ്പിരിറ്റ് സാറ്റിസ്ഫൈഡ് ആകുന്നു എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ ഹോളി സ്പിരിറ്റ് ഇംപ്രസീവ് ആകുന്നുണ്ടെങ്കിൽ, ഇംപ്രസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ സൈനുകൾ കാണും. സൈനുകൾ കാണും. യേശു കർത്താവിനെ ഉയർപ്പിക്കുമെന്ന് യേശു പറഞ്ഞിരുന്നു. ദൈവം പറഞ്ഞ ചില കാര്യങ്ങൾ അടയാള സഹിതം വെളിപ്പെടും കേട്ടോ. ഇവിടെ അടയാളം കണ്ടൊരു മനുഷ്യൻ പറയുക, ഏകാത്മാവിനാൽ നിലനിൽക്കണം കേട്ടോ എന്ന്. ഏകാത്മാവിനാൽ നിലനിൽക്കണം കേട്ടോ എന്ന്. അടുത്ത വാക്ക് പറയാ, എടാ എതിരാളി ഉണ്ടേ. തൊട്ടടുത്ത വാക്ക് പറയാ, കുലുങ്ങിപ്പോവേ. ദൈവത്തെ അറിഞ്ഞൊരു മനുഷ്യൻ, അല്ല ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തൊരു മനുഷ്യൻ പറയാ, എടാ ഏകാത്മാവിനാൽ നിലനിൽക്കണമെന്ന്. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ഏകാത്മാവിനാലാണോ, ഞാൻ ആത്മാവിൽ ചോദിക്കുന്നു, ഏകാത്മാവിനാലാണോ നിലനിൽക്കുന്നേ? അല്ല, ഏകാത്മാവിൽ തന്നെയാണോ നിൽക്കുന്നേ? അർത്ഥം ആത്മാവ് മാറിക്കേറാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് ഈ കാലഘട്ടത്തിൽ.
ആത്മാവ് മാറി ശുശ്രൂഷ ചെയ്യാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് ഈ കാലഘട്ടത്തിൽ. ആത്മാവ് മാറി പ്രവചിക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് ഈ കാലഘട്ടത്തിൽ. ആത്മാവ് മാറി ചില തീരുമാനത്തിൽ പോയി വീണ് വെള്ളം കുടിച്ച് പിന്നെ കയറാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ കാലഘട്ടത്തിൽ. അതുകൊണ്ട് പൗലോസ് പറയുന്നു, അല്ല, ദൈവാത്മാവ് പറയുന്നു, ഏകാത്മാവിൽ നിലനിൽക്കണേ, ഏകാത്മാവിൽ നിലനിൽക്കണേ. അപ്പോൾ പുള്ളി ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്ന ആളാന്ന് പറഞ്ഞ് നമുക്ക് ഏകാത്മാവിൽ നിലനിൽക്കുന്ന പുള്ളിയാ പറയാനും നോക്കത്തില്ല. ഫലം കണ്ട വൃക്ഷത്തെ തിരിച്ചറിയുന്നേ, ഫലം കണ്ട വൃക്ഷത്തെ തിരിച്ചറിയുന്നേ. എനിക്ക് പരിചയമുള്ളൊരു വ്യക്തിയുടെ വീട്ടിൽ ഭയങ്കര പ്രവചനവും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരാളെ വിളിച്ചു. ആ വിളിച്ച ആൾ മാത്രമേ വീട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. പുള്ളി ക്ഷണം സ്വീകരിച്ച് വീട്ടിൽ പോയി ചെന്നു. ആദ്യത്തെ 10 മിനിറ്റ് പ്രാർത്ഥന നടന്നു. പിന്നെയുള്ള സമയം മിസ്യൂസ് ആയിരുന്നു. ഒരൊച്ച വെച്ച് ആളെ വിളിക്കും, നീ ഇപ്പോൾ പുറത്തിറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആളെ വിളിക്കുമെന്ന് പറഞ്ഞു. ആൾ പെട്ടെന്ന് ക്ഷമയും ചോദിച്ചു ആ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ അവിടെ കൊണ്ടങ്ങ് നിർത്തുന്നു. ഞാൻ അത്രയും തന്നെ പറഞ്ഞങ്ങ് നിർത്തുന്നു. ആത്മാവ് പ്രവചിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്കെന്തെങ്കിലും ആത്മാവ് മാറിക്കേറും. മോനെ, ഏക ആത്മാവിൽ നിലനിൽക്കണമെന്ന് പറയുമ്പോൾ നീ കാല് വെച്ച് ഇങ്ങനെ നിലനിൽക്കുന്ന കാര്യമല്ല കേട്ടോ ഈ പറയുന്നേ. ഈ ഒരു കാല് പൊക്കി മറ്റേ കാല് ഊന്നി പിന്നെ ഈ കാല് പൊക്കി, മോനെ അങ്ങനെ നിന്നാൽ നിന്നെ കാറ്റടിച്ചുകൊണ്ട് പോകും. നിൽക്കുന്ന ഉറച്ച് നിൽക്കണം, നിൽക്കുന്ന ഉറച്ച് നിൽക്കണം. ഈ കാലാവസ്ഥ പോലെ മാറിയും തിരിഞ്ഞ് നിൽക്കല്ലേ, നിൽക്കുന്ന ഉറച്ച് നിൽക്കണം. പൗലോസ് പറയുന്നത് നിൽക്കുന്നവൻ ഏകാത്മാവിൽ നിൽക്കാനേ പറഞ്ഞിട്ടുള്ളൂ. നിൽക്കുന്നവൻ ഏകാത്മാവിൽ നിൽക്കാനേ പറഞ്ഞിട്ടുണ്ട്. ചിലരുണ്ട് അപ്പുറയും ചാടി ഇപ്പുറയും ചാടി, അവിടെയും പോയി ഇവിടെയും പോയി, അവിടെയും ചെന്ന് തലകുനിച്ച് ഇവിടെയും ചെന്ന് തലകുനിച്ച്, അവിടെയും വണങ്ങി ഇവിടെയും വണങ്ങി. നിൽക്കുന്ന ഏകാത്മാവിൽ നിൽക്കണം. അല്ല, ഏകാത്മാവിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഏകാത്മാവിൽ നിലനിൽക്കണമെങ്കിൽ ഏകാത്മാവിനെ പറ്റത്തുള്ളൂ. മറ്റേ ആത്മാവ് കയറിക്കഴിഞ്ഞാൽ നിലനിൽപ്പില്ല. അത്രേ, അവിടെ നിലനിൽപ്പില്ല. അവിടെ ഷട്ടിലടിയാ, ഒരടി അങ്ങട് ഒരടി ഇങ്ങട്, ഷട്ടിലടിയാ. അവിടെ തട്ടിയും തിരിഞ്ഞൊക്കെ അതിനെ പാസ്റ്ററെ ഓർമ്മയുണ്ടോ, ഇന്ന ആളായിരുന്നു, മറ്റേ കാര്യത്തിന് വിടുതലൊന്നും ആയില്ല, പക്ഷെ വേറൊരു കാര്യത്തിൻ്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വിളിച്ച്. നിൽക്കുന്ന ഉറച്ച് നിൽക്ക്, ഒരിടത്ത് നിൽക്ക്, ഒരിടത്ത് ഒരു ഏകാത്മാവിൽ നിൽക്ക്, ഏകാത്മാവിൽ നിൽക്ക്. എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ, മീൻസ് എതിരാളികളുണ്ട്. അപ്പൊ കുലുങ്ങിപ്പോകരുതെങ്കിൽ ഏകാത്മാവിൽ നിൽക്കണം. ഏകാത്മാവ് ഉണ്ടെങ്കിൽ അടയാളങ്ങൾ വെളിപ്പെടും. അതാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. കർത്താവ് യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ടു, അതുവരെ എല്ലാവരും കണ്ടു, പക്ഷെ ഉയർത്തെഴുന്നേറ്റത് ആരും കണ്ടില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് ഇറങ്ങി ഉയർത്തെഴുന്നേൽപ്പിച്ച ചില അടയാളങ്ങൾ ആ കല്ലറയിൽ ദൈവം ശേഷിപ്പിച്ചിരുന്നു. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ ദൈവത്തിന് പറ്റും എന്ന ഒരു ചോദ്യത്തിൻ്റെ മുമ്പിലാണ് പ്രിയപ്പെട്ട സുഹൃത്ത് ഇന്ന് നിൽക്കുന്നതെങ്കിൽ, ഈ തീയതിയിൽ, ഈ ദിവസം എൻ്റെ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ ഈ ഒരു വിഷയത്തിൻ്റെ മേൽ, എൻ്റെ ലൈഫിന്മേൽ എന്തോ ചെയ്യാൻ പറ്റും എന്നൊരു ചോദ്യത്തിൻ്റെ മുമ്പിലാണ് പ്രിയപ്പെട്ട സുഹൃത്ത് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ, ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ സ്വദേശത്തായിരിക്കാം വിദേശത്തായിരിക്കാം, രക്ഷപ്പെടാൻ വേണ്ടി കടൽ കടന്നു പോയിട്ട് അവിടെ ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, സ്വദേശത്ത് ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അതിൽ പോലും ഒരു ഏണിങ് കാണാൻ പറ്റാതെ ആകെ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, പ്രാർത്ഥിച്ചിട്ട് ഇനി കാര്യം ഉണ്ടോ എന്ന് പോലും ചിന്തിക്കുന്ന ഒരു ഘട്ടത്തിലായിരിക്കാം. ഓക്കെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ, തമ്പുരാൻ എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ ജീവിതത്തിൽ എന്ന് നിങ്ങൾ ചോദിച്ചിട്ട് നിൽക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ, ദൈവം നിൻ്റെ ജീവിതത്തിൽ ചില അടയാളങ്ങൾ ശേഷിപ്പിച്ചിരിക്കും. കർത്താവായ യേശു ക്രിസ്തുവിനെ മുറിവേറ്റവനായി അകത്തേക്ക് കയറിയത് ചിലർ കണ്ടു. പരിശുദ്ധാത്മാവ് കല്ലറയിൽ ഇറങ്ങിയപ്പോൾ, യേശു കർത്താവിനെ ഉയർപ്പിച്ചപ്പോൾ, യേശുവിനെ പിന്നെ പ്രത്യക്ഷനായിട്ട് കണ്ട ആരും മുറിപ്പാടുകളോടെ അല്ല കണ്ടത്. 1. 2, യേശുവിനെ പൊതിഞ്ഞ ശീല കല്ലറയിൽ ശേഷിപ്പിച്ചിരുന്നു. യേശുവിനെ പൊതിഞ്ഞ ശീല ആരോ യേശുവിനെ പൊതിയാൻ വേണ്ടി കൊടുത്തതാ, ആരോ യേശുവിൻ്റെ ശരീരം പൊതിയാൻ വേണ്ടി കൊടുത്തതാ. ആ ശീല അവിടെ മാറ്റിയിട്ടിരുന്നു. ആരുടെയും ഔദാര്യം
ദൈവം ഇറങ്ങി ഒരുവനെ ഉയർപ്പിച്ചാൽ വേണ്ടി വരികയില്ല. 2, തൻ്റെ തലയിൽ കെട്ടിയിരുന്ന കെട്ട് അതവിടെ അഴിച്ചു വെച്ചു. തന്നെ പുതിയൊരു ശരീരത്തോടുകൂടെ പരിശുദ്ധാത്മാവ് കല്ലറയിൽ നിന്ന് പുറത്തെടുത്തു. ഒരടയാളം കൂടെ കാണണം, വേണ്ടേ? എന്താ? അടഞ്ഞിരുന്ന കല്ല് തുറന്നിരുന്ന, അവിടെ ഇവിടെ വലിച്ചെറിഞ്ഞിട്ടൊന്നും പോയില്ല. കാണുന്നവൻ്റെ കണ്ണഞ്ചുന്ന രീതിയിൽ ഉരുട്ടി മാറ്റി വെച്ചിരിക്കുന്നതായിട്ടാണ് കാണത്തക്കവണ്ണം കർത്താവ് വെച്ചു പോയത്. ഞാൻ ആത്മാവിൽ ദൂതുകളിലേക്ക് ഞാൻ കടക്കട്ടെ. സുഹൃത്തേ, നിന്നെ ചിലർ മുറിവേറ്റവരായി കാണുന്ന ഒരു സന്ദർഭമുണ്ട്. ജീവിതത്തിൽ മുറിവേൽപ്പിക്കപ്പെടുന്നത് കാണുന്ന സന്ദർഭങ്ങളുണ്ട്. പരസ്യമായി ചിലരുടെ കൺമുമ്പിൽ മുറിവേൽപ്പിക്കപ്പെടുന്നതായിട്ട് കാണുന്ന സന്ദർഭമുണ്ട്. അപ്പോഴും കൂട്ടുകാരും സുഹൃത്തും എല്ലാവരും സ്വന്തം ബന്ധങ്ങളും ചുറ്റിനും മാറി നിന്ന് അയ്യോ മുറിവേൽക്കുന്നു പറയാനും അയ്യോഭാവം പറയാനും സഹതപിക്കാനും ഒക്കെ മാത്രമേ പറ്റൂ. അതിനപ്പുറം അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം വന്നാൽ അവരുടെ തല കാണുകയില്ല. അതുകൊണ്ട് എല്ലാവരും, കർത്താവ് അവൻ്റെ അമ്മ മറിയ ഉൾപ്പെടെ ദൂരത്ത് നിന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലൂക്കോസും പത്രോസും മറ്റു സുഹൃത്തുക്കളും എല്ലാം ദൂരത്തേക്ക് മാറി നിന്ന് യേശുവിന് സംഭവിക്കുന്നതും ചെയ്യുന്നതും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയട്ടെ, നമ്മളെയും പരസ്യമായി മുറിവേൽപ്പിക്കുന്ന ഒരു സന്ദർഭം നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൂടെ കടന്നു പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരിക്കാം. ആമേൻ. ഇനി മേലാൽ കടന്നു പോകുമായിരിക്കാം. ശ്രദ്ധിക്കുക, എതിരാളികളാൽ കുലുങ്ങിപ്പോകാതെ. കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ കിടന്നിട്ടും കുലുങ്ങിയവനായി നമ്മൾ കണ്ടില്ല, മുറിവേറ്റവനായി കണ്ടു. പക്ഷെ വിശ്വാസത്തിൽ കുലുങ്ങിയവനായി നമ്മൾ കണ്ടില്ല, ദൈവബന്ധത്തിൽ കുലുങ്ങിയവനായി നമ്മൾ കണ്ടില്ല, സ്വർഗവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടതായി ഞാനും കണ്ടില്ല, നിങ്ങളും കണ്ടില്ല, ലോകത്തിൽ ആരും കാണാൻ സാധ്യതയുമില്ല. കാരണം അങ്ങനെ സംഭവിച്ചിട്ടില്ല. അവിടെ നിന്ന് കർത്താവ് യേശുവിന് അരിമത്യക്കാരനായ യോസേഫ് തനിക്ക് ആർക്കും വെച്ചിട്ടില്ലാത്ത കല്ലറയിലേക്ക് തൻ്റെ ഓഫറിങ് ആയിരിക്കാം ആ ഒരു ശീല കൊണ്ട് പൊതിഞ്ഞ് വാങ്ങി തന്നെ കൊണ്ട് കല്ലറയ്ക്കകത്ത് വെച്ചു. അതുവരെ എല്ലാവരും കണ്ടു. പക്ഷേ പരിശുദ്ധാത്മാവ് തൻ്റെ പുത്രനെ എന്ന് ഉയർപ്പിക്കുമെന്ന് പറഞ്ഞോ, എന്ന് ഡെലിവർ ചെയ്യുമെന്ന് പറഞ്ഞോ, എന്ന് ബന്ധനം അഴിക്കുമെന്ന് പറഞ്ഞോ, എന്ന് കാരാഗ്രഹം തുറക്കുമെന്ന് പറഞ്ഞോ, എന്ന് കല്ലറ പിളർക്കുമെന്ന് പറഞ്ഞോ, അതേ നാളും നാഴികയും തീയതിയും ദിവസവും എത്തിയപ്പോൾ ആരും ഉപവാസ പ്രാർത്ഥന ഇരുന്ന് പ്രാർത്ഥിച്ച ദൈവത്തെ പ്രസാദിപ്പിച്ചിറക്കിയതല്ല. ദൈവം കുറിച്ചിട്ട നാളെത്തിയപ്പോൾ പുത്രനെ ഉയർപ്പിക്കാൻ പരിശുദ്ധാത്മാവ് അതേ കല്ലറയിലെത്തി. മനുഷ്യർക്ക് തടസ്സമായിരുന്നു, പക്ഷെ പരിശുദ്ധാത്മാവിന് തടസ്സമല്ലാത്ത കല്ലിനെ ദൂതന്മാർ ഉരുട്ടി മാറ്റിക്കൊടുത്തു. ശേഷം അതിനകത്തുള്ള പുത്രനെ മുറിവേറ്റവനായിട്ടല്ല, സൗഖ്യമായവനായിട്ട് പുറത്തിറക്കി. ആരുടെയും ഔദാര്യത്തിനുള്ള ശീലകളും കൊണ്ട് പൊതിഞ്ഞല്ല, സാക്ഷാൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ആമേൻ ആ ശീലകളെ മാറ്റി വെപ്പിച്ചിട്ട് പുത്രന്റെ ശരീരത്തെ വീണ്ടെടുത്തു. 40 ദിവസത്തോളം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. ഒന്ന് ശ്രദ്ധിച്ചേ, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ മനുഷ്യരാൽ മുറിവേൽപ്പിക്കപ്പെട്ടിട്ട് നമ്മളൊക്കെ കല്ലറയ്ക്കകത്ത് അടയ്ക്കപ്പെട്ടതുപോലെ ചില സീസണിൽ കൂടെ കടന്നുപോയി വിടിവിക്കപ്പെട്ട് വളർന്നു വന്നവർ ഇന്ന് ഈ മീറ്റിങ്ങിനകത്ത് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. തീർന്നില്ല. ഇന്ന് പലരാലും മുറിവേൽക്കപ്പെട്ടിട്ട് കല്ലറയ്ക്കകത്ത് അടയ്ക്കപ്പെട്ടിരിക്കുന്ന ചിലരും ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് ഇതാണ്. എന്താണ്? നിങ്ങളുടെ കല്ലറകളെയും ദൈവം തുറക്കുന്ന ഒരു സീസണിൽ അടയാളങ്ങൾ വെക്കും. എന്താ? നിന്നെ മുറിവേൽപ്പിച്ച ചിലർ ദൈവം നിന്നെ സൗഖ്യമാക്കി എന്ന് കാണാൻ തക്കവണ്ണം, നിന്നെ അടച്ചിട്ട ചിലർ നിന്നെ പുറത്തിറങ്ങി എന്ന് അറിയാൻ തക്കവണ്ണം ദൈവം അടച്ചു വെച്ച കല്ലിനെ ഉരുട്ടി മാറ്റുന്നതും മുറിവേറ്റ നിന്നെ പൊറുപ്പിച്ച് പുറത്തിറക്കുന്നതും കൊന്നതിന് സമമാക്കിയ നിന്നെ ജീവൻ വെപ്പിച്ച് പുറത്തിറക്കുന്നതും കാണത്തക്ക നിലയിൽ നിന്നെ എവിടെ അടക്കം ചെയ്തോ, എവിടെ പഴിച്ചോ, എവിടെ പരിഹസിച്ചോ, എവിടെ തകർത്തോ, എവിടെ ഇല്ലായ്മ ചെയ്തോ, എവിടെ പേരുദോഷം കേൾപ്പിച്ചോ, എവിടെ നിന്റെ നന്മകളെ തട്ടിപ്പറിച്ചോ, അതേ ദേശത്തിൽ ദൈവം നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു സീസൺ ഉണ്ട്. തീർന്നില്ല. അതേ ദേശത്തിൽ ദൈവം നിന്നെ ഉയർപ്പിച്ചതിന് ചില അടയാളങ്ങൾ ദൈവം മാറ്റിവെക്കും. പുത്രനെ പൊതിഞ്ഞ ശീല അവിടെ അടയാളമായി ഇട്ടതുപോലെ, തൻ്റെ തലപ്പാവിനെ അവിടെ അടയാളമായി വെച്ചതുപോലെ, തനിക്കെതിരെ ഉരുട്ടിവെച്ച കല്ലിനെ, തനിക്കെതിരെ അടച്ചുവെച്ച കല്ലിനെ തുറന്നുരുട്ടി മാറ്റിവെച്ച നിലയിൽ ഒരു അടയാളം വെച്ചതുപോലെ പരിശുദ്ധാത്മാവ് എവിടെ ഇറങ്ങിയാലും അവിടെ ചില അടയാളങ്ങൾ വെച്ചിരിക്കും. എന്താ? ഞാനുണ്ട് ഇവന് മറുപടി കൊടുക്കാൻ എന്ന് തിരിച്ചറിയാൻ വേണ്ടി. അതുപോലെ സുഹൃത്തെ, നമ്മുടെ മിനിസ്ട്രിയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയാൽ അടയാളങ്ങൾ കർത്താവ് മാറ്റിവെച്ചിരിക്കും. നമ്മുടെ പ്രയറിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയാൽ അടയാളങ്ങൾ അവിടെ റിവീലായിരിക്കും. ഞാൻ ആത്മാവിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ വെറുതെ പ്രസംഗിച്ചു പോകുന്നതല്ല, അടയാളങ്ങൾ വെളിപ്പെടും
വെളിപ്പെടുന്ന ഒരു മെസ്സേജായി ഇത് മാറിയിരിക്കും. അടയാളങ്ങൾ വെളിപ്പെടുന്ന മെസ്സേജ്. ഈ മെസ്സേജ് നിനക്കുള്ളതാണെങ്കിൽ ഇത് അടയാളമായി ഒരു ദൈവശക്തി നിന്റെ മേൽ വ്യാപരിക്കട്ടെ. ഈ മെസ്സേജ് നിങ്ങളോടാണെങ്കിൽ ഒരു അടയാളമായി ദൈവകൃപ നിങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കട്ടെ. ഈ മെസ്സേജ് നമ്മളോടാണെങ്കിൽ അടയാളമായി ഒരു ദൈവശക്തി ഈ മീറ്റിംഗിൻ മധ്യത്തിൽ വ്യാപരിക്കട്ടെ. ദൈവമേ, ഏക ആത്മാവിൽ നിലനിൽക്കുന്നവന് പല ആത്മാവിലൂടെ അല്ല മറുപടി, ഏകാത്മാവിൽ നിന്നാ മറുപടി. രാമൻ പറഞ്ഞേ, ഏകാത്മാവിൽ നിലനിൽക്കുന്ന ഒരു മനുഷ്യന് പല ആത്മാവിലൂടെ അല്ല, ദൈവാത്മാവിൽ നിന്നാ മറുപടി. സമയം കഴിഞ്ഞു. തിമോത്തിയോസിന്റെ 2-ാമത്തെ ലേഖനം, ആ മനുഷ്യൻ തന്റെ നിജപുത്രനാകുന്ന തിമോത്തിയോസിന് 2-ാമത്തെ ലേഖനം എഴുതിയപ്പോൾ അതിൻ്റെ 2-ാമത്തെ അധ്യായം 5-ാമത്തെ അനുഗ്രഹീതമായ തിരുവെഴുത്തിലേക്ക് വരുമ്പോൾ, ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായികയിൽ കിരീടം പ്രാപിക്കുകയില്ല. അധ്വാനിക്കുന്ന കൃഷിക്കാരനാകുന്നു ആദ്യം ഫലം അനുഭവിക്കുന്നത്. ഒരുത്തൻ മല്ല് കെട്ടിയാലും, നമ്മൾ പ്രാർത്ഥിക്കാൻ ഇറങ്ങിയിട്ട് കാര്യമില്ല, നമ്മൾ പോരാടാൻ തയ്യാറാകണം. ചിലർ അല്പം ചെറിയൊരു ഉഷ്ണക്കാറ്റടിക്കുമ്പോൾ വാടിപ്പോകുന്ന എനിക്കറിയാം. ഇതാൽ ഈ മല്ല് കെട്ടുന്നവരൊന്ന് അറിയുക, നമ്മൾ ഗ്യാലറിയിലിരുന്ന് ക്രിക്കറ്റ് കാണാൻ വേണ്ടിയല്ല മല്ല് കെട്ടുന്നേ, കളത്തിലിറങ്ങി പോരാടാനാ നമ്മൾ മല്ല് കെട്ടുന്നേ. ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം. എന്താ ചട്ടം? പൗലോസ് പറഞ്ഞു സുവിശേഷ പ്രകാരം നടപ്പിനെന്ന് നമ്മൾ തുടക്കത്തിൽ വായിച്ചപ്പോൾ. അതായത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1:27 പറഞ്ഞു, നിങ്ങൾ സുവിശേഷത്തിന്റെ ക്രമപ്രകാരം നടപ്പിൻ. അപ്പൊ എന്താ ചട്ടം? എന്താണോ പരിശുദ്ധാത്മാവ് തൻ്റെ തിരുവെഴുത്തിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തിയത്, അടയാളങ്ങളിലൂടെ, ആലോചനകളിലൂടെ, സൈനുകളിലൂടെ, ശബ്ദങ്ങളിലൂടെ നമ്മളെ വെളിപ്പെടുത്തിയത്, ഇതാണ്. ഇതിനകത്ത് നമുക്ക് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ചുമപ്പ് കണ്ടാൽ വണ്ടി എടുത്തുകൊണ്ട് ഫ്ലൈറ്റ് പറപ്പിക്കും പോലെ പറപ്പിക്കരുത്, പോസ്റ്ററായിട്ട് ഇരിക്കും. പോസ്റ്ററായിട്ട് ഇരിക്കും. അതെന്താ? ചട്ടപ്രകാരം നീ പോകാത്തോണ്ട. അല്ലാതെ വണ്ടിയെ കുറ്റം പറയരുത്, എതിരെ വന്നവനെയും കുറ്റം പറയരുത്. എവിടെ നോക്കി നടക്കുന്നടാ പറയരുത്. കാരണം അവൻ മര്യാദയ്ക്ക് സിഗ്നൽ നോക്കിയാ വന്നേ. നമ്മളാണ് അധിക പ്രസംഗം അവിടെ കാണിച്ചേ, നമ്മളാണ് തല്ലുകൊള്ളിത്തരം കാണിച്ചേ. അതുകൊണ്ട് നമ്മളവൻ എവിടെ നോക്കിയാടാ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത്? അവൻ നേരെയാ നോക്കിയേ, നമ്മളാ നോക്കാത്തേ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ആരോ അയച്ചു വന്ന് കണ്ടു. അപ്പോൾ ഒരുത്തൻ ഇവിടുന്ന് റോക്കറ്റ് പറപ്പിക്കുന്ന പോലെ പോവുക. എങ്ങനെ? എതിരെ വരുന്ന വണ്ടിക്ക് വരാനുള്ള ട്രാക്കിൽ കൂടെ ഇവൻ അങ്ങോട്ട് പോവുക. എന്നിട്ട് ഒരു വ്യക്തി, ഒരു ലോറി, ഒരു കാറ് ഒക്കെ വന്ന സമയത്ത് അവൻ പാഞ്ഞ് ഓവർടേക്ക് ചെയ്ത് കയറി പോകുമ്പോൾ അവൻ എതിരെ വരുന്ന വണ്ടിയോട് മാറുന്ന ഇങ്ങോട്ട് കാണിക്കുക. അവൻ റോങ് സൈഡിൽ പോയിട്ട് മാറ എന്ന് പറഞ്ഞാൽ അവൻ കൈ കാണിക്കുകയാണ്, മാറിപ്പോടാ, അതിലെ ഞാൻ റോങ് സൈഡിൽ കൂടെ പോട്ടെ, നീ മാറിപ്പോടാന്ന്. അയാൾ പിന്നെ എതിലേ പോകണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയ്യുന്ന നിയമലംഘനത്തെ അദ്ദേഹം തിരിച്ചറിയാതെ മാറാ, വണ്ടി എടുത്ത് മുന്നിൽ നിന്ന് മാറാ, ഞാൻ പോട്ടേടാ, ഞാൻ നിയമം ലംഘിച്ചോടേടാ, വഴി മാറിത്താടാന്ന് പറഞ്ഞ് അത് KSRTC ബസ് വന്നെങ്കിൽ പുള്ളി ആദ്യം ബസ്സിൽ പോസ്റ്ററായേനെ, പിന്നെ പത്രത്തിൽ പോസ്റ്ററായേനെ. സ്തോത്രം. ഒരു ബൈക്കും കൊണ്ട് പോയ പോക്കാ. പുള്ളി വരുന്ന കാറുകളെയും എല്ലാം വഴി മാറും. നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും ആ ഒരു വീഡിയോ. എന്ന് പറഞ്ഞതുപോലെയാണ് ചട്ടപ്രകാരം അല്ലെങ്കിൽ പോസ്റ്ററാവും. സാത്താൻ്റെ കയ്യിലെ പോസ്റ്ററാവും നമ്മൾ, ചട്ടപ്രകാരം നമ്മൾ പോരാടിയില്ലെങ്കിൽ. അപ്പോൾ എന്താണ് ചട്ടം? എവിടെ നിന്നാണ് ചട്ടം? നമുക്ക് ദൈവത്തിൻ്റെ വചനമാണ് നമുക്കുള്ള നിയമപുസ്തകം. ആ നിയമപുസ്തകത്തിനകത്ത് നിങ്ങൾ ഇങ്ങനെ പോകൂ, അങ്ങനെ പോകൂ, അവിടെ പോകൂ, ഇവിടെ പോകൂ മാത്രമല്ല പറഞ്ഞേക്കുന്നത്. ആ പുസ്തകത്തിനകത്ത് എങ്ങനെ പോരാടണമെന്നും പോരാട്ടമുണ്ട് എന്നും പറഞ്ഞിരിക്കുന്നു. അതിന് എന്ത് ആയുധം ധരിക്കണമെന്ന് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നുള്ളത് കൊണ്ട് ഞാനത് എടുക്കുന്നില്ല. നമുക്ക് എവിടെയാണ് പോരാട്ടമെന്ന് വ്യക്തമായി എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം പറഞ്ഞിരിക്കുന്നു. അത് വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിലെ ദുഷ്ടാത്മസേനയോടുമാണ്, അന്ധകാരത്തിൻ്റെ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. എങ്ങനെ പോരാടണം? ചട്ടപ്രകാരം പോരാടണം. ഇനി ഒരു വാക്കും കൂടെ ഉണ്ട്,
ഏതാത്മാവിൽ പോരാടണം? ഏക ആത്മാവിൽ പോരാടണം. ഏത് നാമത്തിൽ പോരാടണം? യേശുവിൻ്റെ നാമത്തിൽ പോരാടണം. ഇതൊക്കെ എവിടുന്ന നമുക്ക് കിട്ടുന്നേ? വിശുദ്ധ പുസ്തകത്തിൽ നിന്നാണ് കിട്ടുന്നത്. ഈ പറഞ്ഞ ഒരു വാക്കുപോലും എൻ്റെ ബുദ്ധി കൊണ്ടുള്ള പോരാട്ടമോ, എൻ്റെ ശക്തി കൊണ്ടുള്ള പോരാട്ടമോ, എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടുള്ളൊരു പോരാട്ടമോ എന്ന് നിങ്ങൾക്ക് ഗ്രഹിക്കാനോ മനസ്സിലാക്കാനോ കഴിയത്തില്ല. ഇത് കംപ്ലീറ്റ്ലി ചട്ടപ്രകാരമുള്ള പോരാട്ടത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇതുകൊണ്ടാണ് പൗലോസിനോട് പറഞ്ഞത്, ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരാടുന്നില്ലെങ്കിൽ. നമ്മൾ ചില സ്ഥലത്തെങ്കിലും നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ട് പോരാടാറുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇങ്ങോട്ട് ഇറങ്ങും ഭൂതമേ, ഞാൻ ഇപ്പം നിന്നെ കാണിച്ചു തരാം. ഞാൻ പലരുടെയും വാക്കുകൾ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, അവർ അവരുടെ കൽപ്പനകളാണ് ഭൂതത്തോട് കൊടുക്കുന്നത്. തിരിച്ചടി ഉണ്ടാവും. ഞാനാണേലും ശരി, നിങ്ങളാണേലും ശരി, നമുക്ക് നമ്മുടെ യോഗ്യത കൊണ്ടൊന്നും ചെയ്യാനില്ല. കർത്താവ് യേശുവിൻ്റെ നാമത്തിലേ ഉള്ളൂ. എന്തും അങ്ങനെയുള്ളൂ കേട്ടോ. പ്രാർത്ഥനയാണേലും കൽപ്പനയാണെങ്കിലും ദൈവത്തോട് എന്തെങ്കിലും കാര്യം ചോദിക്കുന്നതാണേലും, കർത്താവെ ദീപു കൃഷ്ണ നിന്നോട് ചോദിക്കുന്നു, ഞാൻ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. നമുക്ക് പിതാവിൻ്റെ സന്നിധിയിൽ യേശുവിൻ്റെ നാമത്തിൻ്റെ ബേസിലേ നമുക്ക് എന്തും സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പാപികളായിപ്പോയി. അപ്പോൾ തിരുവെഴുത്ത് വ്യക്തമായി പറയും ചട്ടം എങ്ങനെയാണ്? ചട്ടം അത് മറ്റൊരു മെസ്സേജാണ്. ഞാൻ പിന്നെ ഒരു ദിവസം ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നെങ്കിൽ എടുക്കാം. ചട്ടപ്രകാരം മോനെ, നമുക്കൊരു ബ്ലെസ്സിങ് ഉണ്ടെങ്കിൽ ചട്ടപ്രകാരമേ ഉള്ളൂ. നമുക്ക് ആർക്കും ഷോർട്ട് കട്ടില്ല. ഈ പാസ്റ്ററെ കൊണ്ടൊന്നും പ്രാർത്ഥിപ്പിച്ചിട്ട് നടക്കുന്നില്ല. പുള്ളിയേക്കാൾ തീ അപ്പുറത്തെ ആള്, പുള്ളിക്കാരൻ തലയെ കൈവച്ചാൽ നിങ്ങൾ ചെല്ല്. ബെന്നി ഹിന്നു വന്ന് തലയെ കൈവച്ചാലും, ജോൺ അനോസിക്കെ വന്ന് തലയെ കൈവച്ചാലും, മോനെ നമ്മുടെ ജീവിതവും നമ്മുടെ പ്രാർത്ഥനയും ചട്ടപ്രകാരം അല്ലെങ്കിൽ ആര് വന്ന് പ്രാർത്ഥിപ്പിച്ചാലും, ആരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചാലും, തിരുവെഴുത്ത് പറയുന്നു, ഒരുത്തൻ മല്ല് കെട്ടിയാൽ പലരും മല്ല് കെട്ടി. മല്ല് കെട്ടിയവർ ഒത്തിരി ഉണ്ട് ഈ സുവിശേഷ ഗോളത്തിനകത്ത്, ഈ ആത്മീയ ലോകത്തിനകത്ത് മല്ല് കെട്ടിയവർ ഒത്തിരി പേരുണ്ട്. പക്ഷെ പലരും പോരാട്ടത്തിൽ വീര്യം കുറയുന്നു, പലരും പോരാട്ടത്തിൽ വീണു പോകുന്നു, ചിലർ പോരാട്ടത്തിൽ ജയിക്കുന്നു. എന്നാൽ ജയിക്കുന്നവന്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്കറിയാം, അവൻ ശക്തമായ പോരാട്ടത്തെ നേരിട്ടവനും ചട്ടപ്രകാരം പൊരുതി കിരീടം പ്രാപിച്ചവരുമായിരിക്കും. ചട്ടപ്രകാരം പൊരുതി. അങ്ങനെ പ്രാർത്ഥിക്കൂ, ഇങ്ങനെ പ്രാർത്ഥിക്കൂ. ചിലർ കയ്യൊക്കെ പിടിച്ച് തലയെ കൊണ്ട് വെപ്പിക്കുന്ന കാണാം. എന്തിനാ അത്? മിണ്ടാതെ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആളെ ഓടിച്ചെന്ന് കയ്യെ പിടിച്ച് തലയെ കൊണ്ട് വെപ്പിക്കുക. എന്തിനാ അത്? മോനെ, സാക്ഷാൽ ദൈവത്തിന്റെ കൈവെപ്പ് നമ്മുടെ മേൽ വരും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ചട്ടപ്രകാരം അല്ലെങ്കിൽ എത്ര കയ്യെ പിടിച്ച് എൻ്റെ തലയെ കൊണ്ട് വെപ്പിച്ചാലും ഞാൻ ചട്ടപ്രകാരം ആകുന്നത് വരെ ആ ബ്ലെസ്സിങ് അവിടെ വെയിറ്റ് ചെയ്യും. ചട്ടപ്രകാരം പോരാടണം, ചട്ടപ്രകാരം ജീവിക്കണം, ചട്ടപ്രകാരം പ്രാർത്ഥിക്കണം, ചട്ടപ്രകാരം നടക്കണം. ചട്ടമുണ്ട്, നമുക്ക് ജീവിക്കാനൊരു ചട്ടമുണ്ട്, നിയമമുണ്ട്. ഹല്ലേലൂയ. ഒരുത്തൻ മല്ല് കെട്ടിയാലും എന്ന് പറഞ്ഞാൽ, നീ അന്യഭാഷ പ്രാപിച്ചാലും, നീ ഭയങ്കര തീയാണെന്ന് പറഞ്ഞാലും, നീ ഭയങ്കര പ്രാർത്ഥന പോരാളിയാന്ന് പറഞ്ഞാലും, നീ ഭയങ്കര സംഭവമാണ്, ഇത്ര പേരെ മറിച്ചിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാലും, ചട്ടപ്രകാരം പോരാടിയില്ലേ. ചട്ടം എന്ന് പറഞ്ഞാൽ, ഞാൻ 20 വയസ്സ് വരെ ഞാൻ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ നിയമം അനുസരിച്ചു, ഇനി എനിക്ക് അനുസരിക്കാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ, നീ 20 വയസ്സ് വരെ നിന്റെ വീട്ടിൽ താമസിക്കത്തുള്ളൂ. അതിനുശേഷം നിന്റെ സ്ഥലം ലോക്കപ്പിലാണ്. കാരണം എന്താ? ഭരണഘടനയോടെ വെല്ലുവിളിച്ചേക്കുന്നേ. നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് കാനഡയിൽ പോയി, ഞാൻ ഇന്ത്യ ജനിച്ച മനുഷ്യനാ, ഞാൻ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ നിയമം അനുസരിക്കത്തുള്ളൂ എന്ന് കാനഡയിൽ പോയി പറഞ്ഞാൽ, അന്ന് വരെ നീ നിന്റെ റൂമിൽ കാണത്തുള്ളൂ. അതിനുശേഷം പിന്നെ നീ അവിടുത്തെ ലോക്കപ്പിൽ കാണും. ഹല്ലേലൂയ. നിങ്ങളൊരു കമ്പനിയിൽ നിന്ന് ജോലി മാറി മറ്റൊരു കമ്പനിയിൽ പോയി, ആ കമ്പനിയിൽ നിങ്ങൾ രാവിലെ 10 മണിക്ക് ഉറക്കം എഴുന്നേറ്റ് 11 മണിക്കാണ് ജോയിൻ ചെയ്തേ, മാറി വന്ന കമ്പനിയിൽ നിന്ന്. എന്നാൽ വേറൊരു കമ്പനിയിൽ പോയപ്പോൾ രാവിലെ 9 മണിക്ക് പഞ്ച് ചെയ്തിരിക്കണം. ആ രണ്ടാമത് പോയി ജോയിൻ ചെയ്ത കമ്പനി പറഞ്ഞു, ഞാനേ ഇന്നലെ അല്ല ജോലിക്ക് ഇറങ്ങിയേ, കുറേ വർഷമായി, അന്ന് മുതൽ 11 മണിക്കാണ് ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്, ഇവിടെ അങ്ങനെ പറ്റൂ എന്ന് പറഞ്ഞാൽ, ആ സെക്കൻഡ് മുതൽ നിനക്ക് വെക്കേഷനാ, പിന്നെ വീട്ടിരിക്കാം. ചട്ടപ്രകാരം. എവിടെ ഒരു ചട്ടമുണ്ട്,
എവിടെയും ഒരു ചട്ടമുണ്ട്. ഒരു ഓഫീസിനൊരു ചട്ടമുണ്ട്, ബിസിനസ് ഓർഗനൈസേഷന് ഒരു ചട്ടമുണ്ട്, സഭയ്ക്കൊരു ചട്ടമുണ്ട്, ബൈബിളിൽ നമുക്കൊരു ചട്ടമുണ്ട്, നമ്മുടെ രാജ്യത്തിനൊരു ചട്ടമുണ്ട്. അതനുസരിച്ച് പോരാടിയില്ലേ, അതനുസരിച്ചാലേ നിനക്ക് നിൽക്കാനൊക്കത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതനുസരിച്ചാലേ നിൽക്കാനൊക്കത്തുള്ളൂ. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും, എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും. അപ്പോൾ ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരാടുകയിൽ കിരീടം പ്രാപിക്കുകയില്ല. ഞാൻ ദൈവാത്മാവിൽ ഞാൻ പറയട്ടെ, ഞാൻ ഈ മീറ്റിംഗ് മെസ്സേജ് ഇവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇന്ന് സമയം നമുക്ക് ഒത്തിരി മുമ്പോട്ട് പോയി. നമ്മുടെ പോരാട്ടം അത് മനുഷ്യരോടല്ല, എന്നാൽ നമുക്ക് പോരാട്ടമുണ്ട്. അത് മനുഷ്യൻ്റെ രൂപത്തിലായിരിക്കാം, എന്നാൽ അവരെ ആ ഒരു ശത്രുസ്ഥാനത്ത് നിർത്തുന്ന ഒരു അദൃശ്യ ശക്തിയെ ഞാനും നിങ്ങളും തിരിച്ചറിയണമെങ്കിൽ സുവിശേഷത്തിൽ നമ്മൾ ജീവിക്കണം. 1, സുവിശേഷത്തിൻ്റെ ശക്തിയിൽ ജീവിക്കണം. 2, ഏക ആത്മാവിൽ നമ്മൾ ജീവിക്കണം. 3, ദൈവം നമുക്ക് തരുന്ന അടയാളങ്ങൾ, ദൈവം നമുക്ക് തരുന്ന ചില ശബ്ദങ്ങൾ, ദൈവം നമ്മളെ അറിയിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഗ്രഹിച്ച് അതനുസരിച്ച് നമ്മൾ മുമ്പോട്ട് ആക്സിലറേറ്റർ കൊടുക്കണം. ചിലയിടത്ത് നമ്മൾ ആക്സിലറേറ്റർ നമ്മൾ വിടേണ്ടതായിട്ട് വരും, ചിലയിടത്ത് നമ്മൾ ആക്സിലറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതെല്ലാം ദൈവത്തിൻ്റെ ഗൈഡൻസിനനുസരിച്ച് നമ്മൾ ചെയ്യണം. 3, നമ്മൾ ചട്ടപ്രകാരം പോരാടണം. ദൈവത്തിൻ്റെ ചട്ടപ്രകാരം. എന്താ ചട്ടം? ദൈവത്തിൻ്റെ വേർഡ് നമുക്ക് തരുന്ന ചില ഗൈഡൻസ് ഉണ്ട്, ചില മാപ്പിംഗ് ഉണ്ട്. ആ മാപ്പിംഗ് അനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യണം. ആ മാപ്പിനനുസരിച്ച് മൂവ് ചെയ്യണം. അതനുസരിച്ച് നമ്മൾ സ്റ്റെപ്പ് വെക്കണം. പരിശുദ്ധാത്മാവാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ലീഡർഷിപ്പ് ലീഡ് ചെയ്യുന്ന, അവനെ ലീഡ് ചെയ്യുന്നതെങ്കിൽ, അവനെ കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും പോരാട്ടത്തിൻ്റെ വിജയങ്ങൾ അടയാളങ്ങളാക്കി ദൈവം ഇട്ടിരിക്കും. അത് നിങ്ങളുടെ വീട്ടിലായിരിക്കാം, നിങ്ങളുടെ ഓർഗനൈസേഷനിലായിരിക്കാം, നിങ്ങൾ താമസിക്കുന്ന ദേശത്തിലായിരിക്കാം, രാജ്യത്തിലായിരിക്കാം, എവിടെയാണെങ്കിലും, സ്വദേശത്തായിരിക്കാം, വിദേശത്തായിരിക്കും, ദൈവം ചില അടയാളങ്ങളെ മാറ്റിയിട്ടിരിക്കും. കാരണം ദൈവത്തിൻ്റെ ചട്ടത്തോട് താല്പര്യമുള്ളത് ഒരു വ്യക്തി നിങ്ങളാകുന്നത് കൊണ്ട് ദൈവം മാറ്റിയിട്ടിരിക്കും. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പറയുകയാണ്, ചില അടയാളങ്ങൾ സംഭവിക്കാൻ പോകുവാണ്. ചില കാര്യങ്ങളുടെ മേൽ അടയാളങ്ങൾ കാണാൻ പോവുകയാണ്. ചില മേഖലമേൽ തുറവികൾ സംഭവിക്കാൻ പോകുവാണ് യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ അതിന് ഉദാഹരണമായി പറഞ്ഞത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമായിരുന്നു. പുത്രനെ സ്വർഗം ഉയർപ്പിച്ചപ്പോൾ അവിടെ അടയാളങ്ങൾ ഇട്ടിരുന്നു. എന്താ അടയാളം എന്നറിയാമോ? ഇവൻ ഇനി ഒരിക്കലും മാറ്റം വരാത്തൊരു വിധിയാണ് കൊടുത്തിരിക്കുന്നതെന്നുള്ള റോമൻ ഇമ്പീരിയൽ മുദ്രകൾ പോലും നീക്കി വെച്ചിട്ട് അതവിടെ അടയാളമായിട്ടിട്ടിരുന്നു. ആ മുദ്രകൾക്ക് എൻ്റെ പുത്രനെ അടക്കാൻ പോരാ എന്നുള്ള നിലയിൽ, മരണത്തിന് അവനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു എന്ന് പറയത്തക്ക നിലയിൽ പുത്രനെ ഉയർപ്പിച്ച് മുദ്രയെ അവിടെ മാറ്റിയിട്ടതുപോലെ നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ മിനിസ്ട്രിയെയും ഒക്കെ സാത്താൻ സീൽ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവാത്മാവ് അതിനെ റീ ഓപ്പൺ ചെയ്യാൻ പോകുവാണ്. നിൻ്റെ ഫാമിലി റീ ഓപ്പൺ ചെയ്യാൻ പോകുവാണ്. നിൻ്റെ മിനിസ്ട്രി റീ ഓപ്പൺ ചെയ്യാൻ പോകുവാണ്. നിൻ്റെ ലൈഫ് റീ ഓപ്പൺ ചെയ്യാൻ പോകുവാണ്. നിൻ്റെ തലമുറയുടെ ഭാവി റീ ഓപ്പൺ ചെയ്യാൻ പോകുവാണ്. എത്ര ദൈവമക്കൾക്ക് വിശ്വസിക്കാൻ സാധിക്കും? എത്ര ദൈവമക്കൾക്ക് വിശ്വസിക്കാൻ സാധിക്കും? അങ്ങനെയുള്ളവർ അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. അങ്ങനെയുള്ളവർ അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. അങ്ങനെയുള്ള ചില അടയാളങ്ങൾ വെളിപ്പെടട്ടെ. അടയാളങ്ങൾ വെളിപ്പെടട്ടെ. അടയാളങ്ങൾ വെളിപ്പെടട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അത്ഭുതങ്ങൾ വെളിപ്പെട്ടു തുടങ്ങട്ടെ. അടയാളങ്ങൾ വെളിപ്പെടട്ടെ. എല്ലാ വിടുതലുകളെയും ബ്ലോക്ക് ചെയ്യുന്ന സാത്താനിക തന്ത്രങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ആകട്ടെ. എല്ലാ വിടുതലുകളെ തടയുന്ന സാത്താനിക ഉപായങ്ങളെ ഞാൻ ഇപ്പോൾ ക്യാൻസൽ ചെയ്യുകയാണ്. അടയാളങ്ങൾ വെളിപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. എല്ലാ പൈശാചിക പോരാട്ടങ്ങൾ, എല്ലാ സാത്താനിക പോരാട്ടങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ആത്മാവിൽ ഡീൽ ചെയ്യുന്നു. അത് കഴിയുന്നവർ ഡീൽ ചെയ്യുക. ആത്മാവിൽ ഡീൽ ചെയ്യുക. നിനക്കെതിരായി, ഫാമിലിക്കെതിരായി, ഗ്രോത്തിനെതിരായി, അഭിഷേകത്തിന് എതിരായി, മുന്നേറ്റത്തിന് എതിരായി, സൗഖ്യത്തിനെതിരായി നിലനിൽക്കുന്ന എല്ലാ നിഴൽ പോലെ നിന്നെ അനുഗമിക്കുന്ന എല്ലാ സാത്താന്റെ ശക്തികളോടും പോരാടാനുള്ളൊരു ഡിവൈൻ എനർജി ഇതിനകത്ത് ആരുടെയൊക്കെയോ മേൽ സ്വർഗം വർഷിക്കുന്നു.
ഓ, ഞാനത് വിശ്വസിക്കുകയാണ്. ആമേൻ. ഒരു പുതിയ ശക്തിയോടെ സാത്താന്റെ തന്ത്രങ്ങളെ തകർക്കാനുള്ള ഒരു ദൈവാഭിഷേകം, ഒരു പുതിയ ഗൈഡൻസ്, ഒരു പുതിയ ശക്തിയോടെ, പുതിയ അഭിഷേകത്തോടെ സാത്താന്റെ തന്ത്രങ്ങളെ തകർക്കാനുള്ള ഒരു ദൈവിക അഭിഷേകം ഇതിനകത്ത് മൂവ് ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ അത് പിടിച്ചെടുക്കാൻ കൃപയുള്ളവർ, പിടിച്ചെടുക്കാൻ ശക്തിയുള്ളവർ, പിടിച്ചെടുക്കാൻ ശക്തിയുള്ളവർ ഇപ്പോൾ ആ ദൈവ ശക്തിയോട് പ്രതികരിച്ചാണ്. പരാജയത്തെ തകർത്തു തോൽപ്പിക്കാനുള്ള ഒരു ദൈവകൃപ നിന്റെ മേലുണ്ടെങ്കിൽ ഈ ദൈവ സാന്നിധ്യത്തോടത് പ്രതികരിച്ചാട്ട്. പരാജയത്തെ തകർക്കാൻ ഒരു പ്രത്യേക ചട്ടമുണ്ട്. പരാജയത്തെ തകർക്കാൻ ഒരു ചട്ടമുണ്ട്. പോരാട്ടങ്ങളെ ജയിക്കാൻ ഒരു ചട്ടമുണ്ട്. ആത്മീയ അന്ധതയ്ക്കെതിരെ നിൽക്കാൻ ഒരു ചട്ടമുണ്ട്. അത് ദൈവം ഗ്രഹിപ്പിക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ, വെളിപ്പാടുകൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ, ദൈവ ശക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ, ദൈവ കൃപയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. ആത്മാവിൽ ചിലത് കത്തിപ്പോട്ടെ. എല്ലാ വളർച്ചയെ തടയുന്നത്, അഭിഷേകത്തെ തടയുന്നത് ആത്മാ മണ്ഡലത്തിൽ അത് കത്തിപ്പോട്ടെ. ഓ, വിടുതലുകളെ തടയുന്നത്, നിലനിൽക്കാൻ സമ്മതിക്കാതെ അലട്ടുന്ന എല്ലാ സാത്താനിക പോരുകൾ യേശുവിന്റെ നാമത്തിൽ ആത്മമണ്ഡലത്തിൽ അത് കതിമാറ്. അത് ഈ വിസിബിൾ വേൾഡിലേക്ക്, അത് ഈ കാണുന്ന മണ്ഡലത്തിലേക്ക് അതിന്റെ ഡെലിവറൻസുകൾ വെളിപ്പെടട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമഹത്വം ഞങ്ങളുടെ ജീവിതത്തിൽ ആഴമായി കർത്താവേ സ്നേഹത്തോടെ വെളിപ്പെടുത്തുന്നതിന് നന്ദി പറയുന്നു. എല്ലാ മാനവും എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ഈ കൂടി വന്നിരിക്കുന്ന ഓരോ ജനത്തെയും ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. അതേ ദൈവമേ, പോരാട്ടങ്ങളെ ജയിക്കാനുള്ള ഒരു ദൈവിക അഭിഷേകം പ്രിയപ്പെട്ടവരുടെ മേൽ പകരണമേ. എല്ലാ മഹത്വവും മാനവും ആരാധനയും അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.